മടങ്ങി വരുമ്പോൾ കോൺഗ്രസിലെ നാടകീയ നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ കണ്ണൂരിൽ പുതിയ ചില ഡെവലപ്മെന്റുകളുണ്ട്. അവിടെ സുധാകരൻ അനുകൂലികൾ സംഘടിക്കുകയാണ്. DCC ഓഫീസിന് മുന്നിൽ ചില നീക്കങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? 2 തവണയായിട്ട് കണ്ണൂർ നിയോജകമണ്ഡലം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയായി കടന്നു വരേണ്ട ആവശ്യം പാർട്ടികളാണ്. പാർട്ടി എന്തായാലും പരിഗണിക്കുമെന്നാണ് തീർച്ചയായും നമ്മൾ ഉറപ്പിക്കുന്നത്. പാർട്ടി പരിഗണിക്കുന്നത് കെ സുധാകരനെയാണ്. കെ സുധാകരൻ വന്നാൽ മാത്രമേ ഈ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ. AICC പരിഗണിക്കുന്നതും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതും ഒക്കെ ഇപ്പോൾ അവസാനമായി നമുക്ക് അറിയുവാൻ സാധിച്ചത് കെ സുധാകരൻ MPയുടെ പേര് തന്നെയാണ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കണ്ണേ കരളേ നേതാവേ, കണ്ണേ കരളേ നേതാവേ, കണ്ണേ കരളേ നേതാവേ, കണ്ണേ കരളേ നേതാവേ, കണ്ണൂരിന്റെ ഓമനമുത്ത്, കണ്ണൂരിന്റെ ഓമനമുത്ത്, കണ്ണൂരിന്റെ ഓമനമുത്ത്, കണ്ണൂരിന്റെ ഓമനമുത്ത്, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, ധീരനായ നേതാവേ, ധീരനായ നേതാവേ, ധീരനായ നേതാവേ, ധീരനായ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കെ സുധാകരൻ സിന്ദാബാദ്, കണ്ണേ കരളേ നേതാവേ, കണ്ണേ കരളേ നേതാവേ, കണ്ണേ കരളേ നേതാവേ, കണ്ണേ കരളേ നേതാവേ, കെ സുധാകരൻ നേതാവേ, കെ സുധാകരൻ നേതാവേ, കെ സുധാകരൻ നേതാവേ, കെ സുധാകരൻ നേതാവേ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കണ്ണൂർ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, സുധാകരൻ തിരിച്ചു വരട്ടെ, കെ സുധാകരൻ തിരിച്ചു വരട്ടെ, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. കണ്ണൂരിലാണ് ഈ നാടകീയ നീക്കങ്ങൾ നടക്കുന്നത്. KV ബൈജു ഉണ്ട്. ബൈജു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്തെങ്കിലും അവർക്ക് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ നീക്കം? എന്താണ് അവർ പറയുന്നത്? സൈത്തെ, എന്നോടൊപ്പം ഷറഫുദ്ദീൻ ചേരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സീറ്റ് നിഷേധിച്ചപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്ന കൂട്ടത്തിൽ ഷറഫുദ്ദീൻ ഉണ്ടായിരുന്നു. ഇപ്പോ സുധാകരൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു. ടിസ്റ്റോട് ടിസ്റ്റാണ്. എന്താണ് നമുക്കിപ്പോൾ അവസാനമായി അറിയുവാൻ സാധിച്ചത് കെ സുധാകരൻ MPയാണ് വീണ്ടും പരിഗണിക്കുന്നതെന്നാണ്. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ കണ്ണൂർ മണ്ഡലത്തിനകത്ത്, ഈ കണ്ണൂർ നിയോജക മണ്ഡലത്തിനകത്ത് സീറ്റിൽ കെ സുധാകരന്റെ പേര് തന്നെയാണ് ഉണ്ടായിരുന്നത്. കെ സുധാകരന് ഒരിക്കലും പാർട്ടിയോ അല്ലെങ്കിൽ AICCയോ തള്ളിപ്പറയില്ല. കാരണം കണ്ണൂർ നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കേണ്ട ഒരു സീറ്റാണ്. ഇന്ന് UDF-നകത്ത് കേരളത്തിലെ 140 നിയോജക മണ്ഡലം മത്സരിക്കുമ്പോൾ കെ സുധാകരൻ എന്ന നേതാവ് തന്നെയാണ് ഈ കണ്ണൂർ നിയോജക മണ്ഡലം 2 തവണയായി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കണ്ണൂർ സീറ്റ് തിരിച്ചു പിടിക്കണമെങ്കിൽ അത് കെ സുധാകരൻ MP തന്നെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും ആവശ്യം. പ്രതിഷേധം, നിങ്ങളുടെയൊക്കെ പ്രതിഷേധത്തിന്റെ ഫലമാണോ വീണ്ടും ഈ ഒരു ഇതൊരു പ്രതിഷേധമല്ല, ഇതൊരു പാർട്ടി പ്രവർത്തകരുടെ ആവേശമാണ്. കെ സുധാകരൻ തിരിച്ചു വരുന്നു എന്നതിന്റെ, കെ സുധാകരനെ വീണ്ടും മത്സരിപ്പിക്കുന്നു എന്നതിന്റെ ആ അറിവോടുകൂടി പാർട്ടി പ്രവർത്തകർക്കുള്ള ഒരു ആവേശവും അതുപോലെ തന്നെ വികാരവുമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അതാണ് അവർ പറയുന്നതാണ്, പ്രതിഷേധമല്ല, ഇതൊരു ആവേശമാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ സീറ്റ് നിഷേധിച്ചപ്പോൾ വലിയ തോതിൽ പ്രതിഷേധ പ്രകടനമായൊക്കെ പുറത്തിറക്കിയവരാണ്. ഇപ്പോൾ പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും കണ്ണേ കരളെ സുധാകരൻ പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തി അങ്ങനെ വലിയ തോതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും കെ സുധാകരൻ മത്സരിക്കുന്ന നമ്മുടെ മാധ്യമ വാർത്തയാണ് ഇവർക്ക് വലിയ ആഹ്ലാദമായിട്ടത്. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഇവർ ഇവിടെ ഉണ്ടായിരുന്നു, ഷറഫുദ്ദീൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഏതായാലും വലിയ സന്തോഷത്തിലാണ് ഇവർ ഉള്ളത്. ഇനിയും ഇത്തരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. മാത്രമല്ല, കെ സുധാകരൻ ദില്ലിയിൽ നിന്ന് വരുമ്പോൾ വലിയ സ്വീകരണം, അദ്ദേഹത്തിന് വിമാനത്താവളം മുതൽ ഇവിടത്തേക്ക് വലിയ സ്വീകരണം ഉൾപ്പെടെ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പും ഇവിടെ നടക്കുന്നുണ്ട്. ഏതായാലും പടക്കം പൊട്ടിച്ചും അത്തരത്തിൽ DCC ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പടക്കം പൊട്ടിച്ചും വലിയ ആഹ്ലാദം അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. രാവിലെ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടായതെങ്കിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്ന സാഹചര്യം, സുധാകരന് സീറ്റ് നിഷേധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ പ്രതിഷേധത്തിന്റെ സ്വരം ഇവിടെ നിന്ന് ഉയർന്നെങ്കിൽ ഇപ്പോൾ
കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ മത്സരിക്കാൻ എത്തുന്നു. അതിന്റെ സന്തോഷമാണ് ഇവിടെ പ്രവർത്തകർ പങ്കിടുന്നത്. മാത്രമല്ല പടക്കം പൊട്ടിച്ചും അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ആഹ്ലാദം. ഇതൊരു ആവേശം എന്നാണ് പറയുന്നത്. കണ്ണൂർ സീറ്റിൽ കെ സുധാകരനെ മത്സരിപ്പിച്ചാൽ വിജയിക്കാൻ ആകുമെന്ന് തന്നെ പ്രവർത്തകർ ആവേശത്തോടു കൂടി ഇപ്പോൾ ഇവിടെ നിന്നും പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ്, അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന ചില തീരുമാനങ്ങളും നീക്കങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത്. കിരൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡൽഹി ചർച്ചകൾ അങ്ങേറ്റം സങ്കീർണമായിരുന്നല്ലോ. ഇന്ന് വെളുപ്പിനെ വരെ 2:15 വരെ നീളുന്ന ചർച്ചകൾ, അതിനുശേഷവും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ കെ സുധാകരനെ മത്സരിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ എം പിമാർക്ക് ഇളവ് നൽകേണ്ടതില്ല എന്ന ശക്തിയുക്തം വാദിച്ച വ്യക്തികളിലൊന്ന് വി.ഡി. സതീശൻ തന്നെയായിരുന്നല്ലോ. എന്താണ് നേതാക്കൾ ഈ ചർച്ചകളിലെടുത്ത നിലപാട്? എന്തെങ്കിലും കോൺഗ്രസിന്റെ ഉള്ളിലെ ചർച്ചകളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യ വീഴ്ച എന്ന് പറയേണ്ടി വരും. ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിൽ കെ.സി. വേണുഗോപാലാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും രണ്ടുപേരും കേരളവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവർ 3 പേരുടെ അഭിപ്രായമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനമായി വരിക. അവർ അക്കാര്യത്തിൽ മുൻകൂട്ടി ഒരു തീരുമാനമെടുക്കുന്നതിലോ അല്ലെങ്കിൽ ആ തീരുമാനം എടുത്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അതിൽ എങ്ങനെ പരിഹാരമുണ്ടാക്കാം, അത്തരമൊരു നിലപാട് മുൻകൂട്ടി എടുക്കുന്നതിൽ അവരുടെ പരാജയം തന്നെയാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം. കാരണം കേരളത്തിൽ നിന്നുള്ള എം പിമാർ മത്സരിക്കണമെന്നുള്ള ആവശ്യം ദീർഘകാലമായി തന്നെ ഇവരിൽ പലരും ഉന്നയിക്കുന്നതാണ്. ഏറ്റവും അവസാനം ഒരുപാട് എം പിമാർക്ക് മിക്കവാറും എല്ലാ എം പിമാർക്കും മത്സരിച്ച് കേരളത്തിലേക്ക് വരണമെന്ന് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ചിലരെങ്കിലും അത് യാഥാർത്ഥ്യമാകില്ല എന്ന് കണ്ട് പിൻവാങ്ങി. അവസാന നിമിഷം അടക്കം നിരവധി പേരുണ്ടായിരുന്നു. ഏറ്റവും അവസാന നിമിഷം ഉണ്ടായിരുന്നത് പ്രധാനമായും 3 പേരുകളാണ്. അടൂർ പ്രകാശും കെ സുധാകരനും അതോടൊപ്പം തന്നെ എം കെ രാഘവന്റെ പേര് ശശി തരൂർ മുന്നോട്ട് വെക്കുന്നു. ഈ മറ്റ് 2 പേർ കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളാരും മത്സരിക്കാനില്ല. അതുകൊണ്ട് അവരെ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. പരാജയപ്പെട്ട സീറ്റുകളാണ് 2 പേരും ആവശ്യപ്പെടുന്നതും. കോന്നിയായാലും കണ്ണൂരായാലും രണ്ടും ഇപ്പോൾ നിലവിൽ LDFന്റെ കയ്യിലുള്ള സീറ്റുകളാണ്. അത് 2 ഞങ്ങൾ പിടിച്ചെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അവർ മത്സരിച്ചാൽ ആ 2 ജില്ലകളിലും മാറ്റമുണ്ടാകും എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് അപ്പോൾ എന്ത് തീരുമാനം എടുക്കണം, അക്കാര്യത്തിൽ അവരൊരു തീരുമാനം എടുത്തില്ല. ഏറ്റവും അവസാനവും തീരുമാനം എടുക്കുമ്പോൾ ഹൈക്കമാൻഡ് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. വി.ഡി. സതീശൻ ശക്തമായി തന്നെ അങ്ങനെ മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ നിന്നു. കെ.സി. വേണുഗോപാൽ പക്ഷേ അങ്ങനെ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറച്ച നിലപാടിലേക്ക് നിന്നില്ല എന്നാണ് നമ്മൾക്ക് ലഭ്യമായ വിവരം. കെ.സി. വേണുഗോപാൽ തന്നെ ഒരു ഘട്ടത്തിലൊക്കെ മത്സരിച്ചാൽ എന്ത് എന്നുള്ള ചില ആലോചനകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടിലേക്ക് വന്നില്ല. മറ്റ് നേതാക്കൾ രമേശ് ചെന്നിത്തല അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള അത്തരമൊരു നിലപാടിലേക്കൊന്നും രമേശ് ചെന്നിത്തലയും സ്വാഭാവികമായും പോയില്ല. അവസാന ഘട്ടത്തിലൊക്കെ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ എത്തുകയും മത്സരിപ്പിക്കേണ്ടതില്ല, അങ്ങനെ പാർട്ടി അങ്ങനെ വഴങ്ങേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലെത്തി. പക്ഷേ അതിന് തുടർച്ചയായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് കെ സുധാകരൻ നിൽക്കുകയാണ്. പരസ്യമായ വെല്ലുവിളി അല്ല എങ്കിലും വലിയ സമ്മർദ്ദമാണ് അടൂർ പ്രകാശും ചെലുത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ശിവഗിരി മഠത്തിന്റെ ഭാഗത്തു നിന്നടക്കമുണ്ടായ പരസ്യമായ പ്രതികരണങ്ങൾ അത്